നീറ്റ് 2025 വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങളാണ് കഴിഞ്ഞ 2, 3 ദിവസമായിട്ട് യൂട്യൂബിലെ ചർച്ച. എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. എന്ത് മാറ്റമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത് വിശകലനം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നീറ്റ് 2025 വരാനുള്ള മാറ്റങ്ങൾ അത് കുട്ടികളെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? അതനുസരിച്ച് പ്രിപ്പറേഷൻസ് എങ്ങനെ മുന്നോട്ട് മാറ്റണം? അല്ലെങ്കിൽ എന്തായിരിക്കും നീറ്റിന്റെ ഭാവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. സാഹചര്യം മറ്റൊന്നുമല്ല നീറ്റ് സ്കാം തന്നെയാണ്. 2024 നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. അത് പ്രൂവൺ ആണ്. നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. അത് എങ്ങനെ ചോർന്നു? എവിടെന്ന് ചോർന്നു? ആരാണ് ചോർത്തിയത്? എന്നുള്ള എല്ലാ വിശദവിവരങ്ങളും സിബിഐ സുപ്രീം കോടതിയിൽ വിശദമായിട്ട് പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ റീനീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരു വിഭാഗം കുട്ടികൾ അവരുടെ അഡ്വക്കേറ്റ്സ് ഒക്കെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള വിവിധങ്ങളായ മാർഗ്ഗങ്ങളും ഇതിനകത്തുള്ള ചില അരക്ഷിതാവസ്ഥകളും സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സുപ്രീം കോടതിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടപ്പം സുപ്രീം കോടതി എൻടിഎയോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉന്നത അധികാര സമിതി വേണം. ഒരു 7 അംഗ ഉന്നത അധികാര സമിതി മുൻ ഐഎസ്ആർഒ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമിതിയുടെ എന്താ പറയാ ശുപാർശകള്, കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ മാറ്റങ്ങൾ വരിക എന്നുള്ളത്. ആൻഡ് സുപ്രീം കോടതിയിൽ കേസിന്റെ വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇനി റീടെസ്റ്റ് വരിക്കുവാണെങ്കിൽ ഈ 23, 24 ലക്ഷം ആളുകൾക്കും വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതായിരുന്നു എൻടിഎയുടെ അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവര് പറഞ്ഞു 23 ലക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. ക്വാളിഫൈ ആയ 13 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം ആളുകൾക്ക് മാത്രം വെച്ചാൽ പോരെ. അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് കൊടുത്ത് അതിന് മേലുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി. അടുത്ത സെറ്റ് ഓൺലൈനായിട്ട് നടത്തിയാൽ മതി എന്നുള്ളതൊക്കെ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളിൽ വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സ് മാത്രമാണ്. സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഞങ്ങൾ അഭിപ്രായമൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളൊരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയാവും തീരുമാനം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു ധാരണയും വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ, എൻടിഎ, ഈ പറയുന്ന ഉന്നതാധികാര സമിതി ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്നിട്ടാണ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോ ന്യൂസ് മീഡിയാസും ചില യൂട്യൂബ് ചാനൽസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അതായത് ആദ്യത്തെ ജെഇഇന്റെ മോഡലിൽ ആദ്യം ഒരു പ്രഥമ പരീക്ഷയും ഒരു സ്ക്രീനിംഗ് ടെസ്റ്റും അതിനകത്ത് ക്വാളിഫൈ ആവുന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് സെക്കൻഡ് ലെവലിൽ ഒരു എക്സാമും നടത്താം എന്നുള്ള ഒരു കാര്യം അങ്ങനെ തീരുമാനിച്ചു എന്നുള്ള കാര്യം. തീരുമാനിച്ചു എന്നുള്ളതിന് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രൂഫും ഇല്ല. ഇങ്ങനെ ആക്കിയാൽ നല്ലതായിരുന്നു എന്ന് അന്ന് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതല്ലാതെ വേറെ പ്രൂഫുകളൊന്നുമില്ല. ഇനി ആ ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്നതായിട്ടോ, ആ യോഗത്തിൽ തീരുമാനിച്ച അതിലൊരു മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ടല്ലോ, അതൊന്നും യോഗം ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ചേർന്നതായിട്ടൊരു വാർത്ത കണ്ടിട്ടില്ല. അതിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് പ്രത്യേകിച്ച് കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ പുറത്തേക്ക് വരുന്നതായിരിക്കും എന്നുള്ള കാര്യം. ഇപ്പോൾ ഉള്ളതൊക്കെ റൂമേഴ്സ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുക. എനിക്ക് ആ സുപ്രീം കോടതിയിൽ അന്ന് കേസ് വാദിച്ചപ്പം അന്ന് കിട്ടിയ കുറച്ച് ഐഡിയാസ് ചില പത്രങ്ങൾ എഴുതി വിടുകയും അത് ഓൺലൈൻ മീഡിയാസും യൂട്യൂബ് ചാനൽസ് ഒക്കെ ഏറ്റുപിടിക്കുന്നതും ചെയ്തതായിട്ടാണ്. നിലവിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നതായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇനി മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുട്ടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നില്ല. കാരണം വെച്ചാല് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആരാണ് ഇടുന്നത്? സുപ്രീം കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ അത് എക്സ്പെർട്സ് എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഈ എക്സ്പെർട്സ് എന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ റാൻഡമൈസ് ചെയ്യുന്നത്? 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവര് തയ്യാറാക്കുന്നുണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എയും ക്വസ്റ്റ്യൻ പേപ്പർ ബിയും. എന്തിനാന്ന് വെച്ചാൽ ഏതാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ലാസ്റ്റ് മിനിറ്റിൽ തീരുമാനിച്ച് അങ്ങനത്തെ ഒരു ഒരു കൃത്യത പാലിക്കാൻ വേണ്ടിയിട്ടാ. ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വെയിറ്റേജ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഇത് എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്തിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എങ്ങനെയാണ് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുന്നത്? അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇത്തവണ നമ്മൾ കണ്ടതാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോറിക്ഷയിലൊക്കെയാ കൊണ്ടുപോയതെന്നാ പറഞ്ഞത്. സോ അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ് എന്തൊക്കെയാണ്? അവിടുന്ന് ആരാണ് പോയി എടുക്കുക? ഇതിന് ബാങ്കിന്റെ ഓതറൈസേഷൻ ആരാണ് കൊടുക്കുക? എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടനവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പലതിനും എൻടിഎക്ക് ഇത്തവണ ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം പരീക്ഷാ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻടിഎക്ക് കൃത്യത പാലിക്കണം. ഒരു സെന്റർ സെലക്ഷൻ ഇത്തവണ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിട്ടുള്ള സിക്കാർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ സ്ഥലത്ത് ഉണ്ടായിരുന്ന സെന്ററുകളിൽ ഒരെണ്ണം മാത്രം ഒരു കേന്ദ്രീയ വിദ്യാലയവും ബാക്കിയെല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരുന്നു എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് അവിടെയുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രൈവറ്റ് ഏജൻസീസ് റിക്രൂട്ട് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഒരു നാട്ടിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റഡ് ഒന്നുമല്ല. ആ സ്കൂൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള ആൾക്കാരെ സ്കൂൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന രൂപത്തിലാണ്. അപ്പോൾ പ്രൈവറ്റ്ലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഈ പറയുന്ന എക്സാമിന്റെ സൂപ്രണ്ടന്റ് ആയിട്ടും സിറ്റി കോർഡിനേറ്റർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വക്കീലന്മാരെ അവിടെ നിന്ന് വിളിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒഎംആർ സീൽ ചെയ്യേണ്ടത്, കുട്ടികളുടെ മുന്നിൽ നിന്നല്ല നിലവിൽ സീൽ ചെയ്യുന്നത്. അപ്പൊ അത് സീൽ ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ അത്തരത്തില്
പ്രോട്ടോകോൾ വൈസ് വലിയ മാറ്റങ്ങൾ എന്തായാലും വരും. പക്ഷെ അത് കുട്ടികളെ ബാധിക്കുന്ന തരത്തിലല്ല. ഇനി എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറുമോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. സാധ്യതകൾ വളരെ വളരെ കുറവാണ്. കാരണം എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടാനോ, കുറയ്ക്കാനോ നോക്കിക്കഴിഞ്ഞാല്, അത് രാജ്യവ്യാപകമായ കുട്ടികളിൽ എല്ലാവർക്കും വരും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലതരം കുട്ടികളുണ്ട്. നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന എല്ലാത്തരം ഫെസിലിറ്റീസും ഉള്ള കുട്ടികളുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പല ഫെസിലിറ്റീസിലും ലിമിറ്റേഷൻസ് ഉള്ള കുട്ടികളുണ്ട്. കോച്ചിങ് എടുക്കുന്ന കുട്ടികളുണ്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കോച്ചിങ് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും ഒരുപോലെ കാണുന്ന തരത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ട്രൈബൽ ഏരിയയിലുള്ള കോച്ചിങ് എടുക്കാത്ത കുട്ടികൾക്ക് വരെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന തരത്തിലുള്ള പേപ്പറുകളെ എൻടേക്ക് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. സോ ഡിഫിക്കൽട്ടി ലെവൽ വിൽ ബി ലോ. നീറ്റ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വിൽ ബി ലോ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്ന സിലബസുകൾ ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം നമ്മുടെ NCERT സിലബസ് പരിഷ്കരിച്ചത് ഒരു വർഷം മുന്നേ, കഴിഞ്ഞ വർഷമാണ്. 82 ചാപ്റ്റർ ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. 96 ചാപ്റ്ററിൽ നിന്ന് 82 ചാപ്റ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തകത്തിൽ പുതിയ മാറ്റങ്ങൾ പലതും വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ കണ്ടതാണ്. നീറ്റിന്റെ റിസൾട്ട് എടുക്കുന്നത് ലേറ്റസ്റ്റ് NCERT ബേസ് ചെയ്തിട്ടുള്ള സാധനത്തിലായിരിക്കും എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ NCERT ഇപ്പോൾ പരിഷ്കരിച്ചിട്ടേ ഉള്ളൂ. ഈ 82 ചാപ്റ്റർ തന്നെയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതിനകത്തൊന്നും ഒരു വെൻ ലെവലിൽ വളരെയധികം കോച്ചിങ് എടുത്ത ഒരു കുട്ടിക്ക് മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്ന നിലയിലുള്ള കിടിലൻ ക്വസ്റ്റ്യൻസ് ഇടുക പോസിബിൾ അല്ല. എല്ലാ കുട്ടികൾക്കും, അതായത് കോച്ചിങ്ങിന് പോകാൻ കഴിയാത്ത റൂറൽ ഏരിയയിലുള്ള ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് വരെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. ആൻഡ് ഇഫ് നമ്മളങ്ങനെ പറയാം, ഇഫ് ഇത് 2 ലെവലിലാക്കിയാൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒരു സംഗതി സംഭവിച്ചിട്ടില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് ഇറ്റ് വിൽ ബി ഓൾ ദ സെയിം. എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യം ഒരു എക്സാം എഴുതണം, അതിന്റെ റിസൾട്ട് വരും. രണ്ടാമതൊരു എക്സാം എഴുതണം. ഇനി ആദ്യത്തെ അങ്ങനെയൊക്കെ വരികയാണെങ്കിലുള്ള പോസിബിലിറ്റീസ് വളരെ രസമുള്ളതായിരിക്കും. കാരണം പാരാമെഡിക്കൽ, നഴ്സിംഗ് പോലെയുള്ള ചില അഡ്മിഷൻസിന് വേണ്ടിയിട്ട് പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ JEEന്റെ ഫസ്റ്റത്തെ എക്സാം മെയിൻസ് വഴിയിട്ടാണ് NITകളിലേക്കും ബാക്കി കുറേ കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അത് വെച്ചിട്ട് കുറച്ച് അഡ്മിഷൻസ് കിട്ടും. ഇനി ഇതിൽ ക്വാളിഫൈഡ് ആവുന്ന കുട്ടികൾ മാത്രം ഒന്നും കൂടി ഒന്ന് ഉറച്ചു നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഫൈനൽ ഇപ്പോൾ മെഡിക്കൽ കോളേജസിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക. നല്ലതായിരിക്കും വന്നു കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ സാർ പേടിയാവുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് നീറ്റ് ഓൺലൈൻ ആക്കുന്ന കാര്യം നിലവിൽ പോസിബിൾ അല്ല. കാരണം ഇപ്പോൾ 24 ലക്ഷം ആപ്ലിക്കൻസും 23 ലക്ഷം പരീക്ഷാർത്ഥികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത വർഷത്തേക്ക് വീണ്ടും കൂടും. നമ്പർ ഓഫ് നീറ്റ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം വീണ്ടും കൂടും. അത്ര ആളുകൾക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യയിലില്ല. അപ്പോൾ ഈ 2 സ്റ്റേജൊക്കെ ആക്കുകയാണെങ്കിൽ അത് പറ്റുമായിരിക്കും. കാരണം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഒരു 10 ലക്ഷം പേർക്കോ 12 ലക്ഷം പേർക്കോ രണ്ടാമതൊരു എക്സാം നടത്തുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. ആൻഡ് ഓൺലൈൻ എക്സാം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലും ആപ്പുകൾ ഇല്ലാത്തതായിട്ടില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റീസ് ഇല്ലാത്തതായിട്ടില്ല. ഇപ്പോൾ എല്ലാ സെന്റേഴ്സും ഹൈബ്രിഡ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. ആക്ച്വലി OMR തെറിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം ഒരു ക്വസ്റ്റിന് ഉത്തരം എഴുതാൻ 1 മിനിറ്റ് ഉണ്ടെങ്കിൽ ചോദ്യം വായിച്ച് ഉത്തരം കണ്ടുപിടിച്ചിട്ട് OMR ബബിൾ ചെയ്യാൻ ഒരു 10 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലവാക്കണം. ഇതാകുമ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ തീരും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി എക്സാം നടത്തിപ്പിന്റെ കാര്യത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ അത് കുട്ടികളെ ബാധിക്കുന്ന തരത്തിലല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് മുതൽ എക്സാം നടത്തിപ്പും തിരിച്ച് OMR കൊണ്ടുപോകുന്നതും OMR സ്കാൻ ചെയ്യുന്നതുമായുള്ള കാര്യങ്ങളിലായിരിക്കും വരുന്നുണ്ടാവുക. ബാക്കി എല്ലാ റൂമറുകളാണ്. കൂടുതൽ വാർത്തകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. കൺഫേംഡ് ന്യൂസുകൾ മാത്രമായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ ഒരു വിഷയത്തിൽ നീറ്റിൽ വരുന്ന പുതിയ മാറ്റങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. സോ എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ ഡോക്ടറുടെ ഡയറക്ടറാണ്. ഇതൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ, സീ യു.